പഠിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ ഫൈൻ, ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഇനി ഗംഗാ റിവർ, ജസ്റ്റ് ഇതൊക്കെ ഒരു ഇൻട്രോ ആണ് കേട്ടോ. ഞാൻ ഇത് എന്തായാലും പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇൻഡസ് റിവർ ആണ്. ജസ്റ്റ് ഈ റിവേഴ്സും കൂടി കേട്ടിരുന്നാൽ മതി. അപ്പൊ ഗംഗാ റിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ നീളം എന്ന് പറയുന്നത് 2510 കിലോമീറ്ററും ആൻഡ് ലെങ്ത് ഇൻ ഇന്ത്യൻ 2510 കിലോമീറ്റർ തന്നെയാണ്. ആൻഡ് കംസ് ടു യമുന ആണെങ്കിൽ 1376 കിലോമീറ്റർ ആണ് ആകെ. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലും 1376 കിലോമീറ്റർ ആണ്. സോ ഇത് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ. ദെൻ നർമ്മദയിലേക്ക് വരുമ്പോഴത്തേനും ആകെ ലെങ്ത് എന്ന് പറയുന്നത് 1312 കിലോമീറ്ററും ഇന്ത്യയിലും സെയിം തന്നെയാണ്. ദെൻ കമ്മിങ് ടു താപ്തി, ഏതാണ് 724 കിലോമീറ്റർ ആണ് ആകെ നീളം. ഇന്ത്യയിലും 724 കിലോമീറ്റർ തന്നെയാണ്. ഗോദാവരി എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ് ആകെ നീളം. ഇന്ത്യയിലും സെയിം തന്നെയാണ്. ദെൻ കൃഷ്ണയാണെങ്കിലോ 1400 കിലോമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ഇന്ത്യ സെയിം 1400 കിലോമീറ്റർ തന്നെയാണ്. കാവേരി ആണെങ്കിൽ 805 കിലോമീറ്റർ ആണ്. ആൻഡ് ദെൻ കമ്മിങ് ടു ഇന്ത്യ 805 സെയിം കിലോമീറ്റർ തന്നെയാണ്. മഹാനദിയും സെയിം തന്നെയാണ്, 851 കിലോമീറ്റർ. ഓക്കെ ആണോ? ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി, ഇൻഡസ് റിവറിനെ കുറിച്ച് മാത്രം. ഇൻഡസ് റിവറിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 3180 കിലോമീറ്റർ ആണ്. കാരണം എന്താണ്? ഇൻഡസ് ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നുമാണ്? ടിബറ്റിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡസ് റിവർ ഒറിജിൻ ചെയ്യുന്നത്. അവനെ ഒരു കാര്യം ചോദിക്കട്ടെ, ടിബറ്റ് ഒരു കൺട്രി ആണോ? അല്ല. ടിബറ്റ് പണ്ടൊരു കൺട്രി ആയിരുന്നു. ഇപ്പൊ നിലവിലെ ടിബറ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രി അല്ല. കാരണം ചൈന പിടിച്ചടക്കിയതിനു ശേഷം ഇപ്പം കൺട്രി അല്ല, ചൈനയുടെ ഒരു പാർട്ട് തന്നെയാണ് ഈ ടിബറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടിബറ്റിൽ നിന്നുമാണ് ആര് ഒറിജിൻ ചെയ്യുന്നത്? നമ്മുടെ ഇൻഡസ് റിവർ ഒറിജിൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ ടിബറ്റിൽ നിന്നും ഒറിജിൻ ചെയ്തിട്ട് ഇവരെങ്ങോട്ടേക്ക് വരും? നമ്മുടെ ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും? ദെൻ ഇന്ത്യയിൽ നിന്നും എങ്ങോട്ടേക്ക് പോവും? പാകിസ്ഥാനിലേക്ക് പോവും. ഓക്കെ, സോ ഇവിടെ നിന്നും ഇതുവരെയുള്ള നീളം, ദെൻ പാകിസ്ഥാനിൽ നിന്നും എങ്ങോട്ടേക്ക് പോവും? അറേബ്യൻ സീയിലേക്ക് പോകും കേട്ടോ. ഇത് ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഇത് ചെന്ന് പതിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഇത് എൻഡീസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാല് അറബിക്കടലിലാണ്. സോ ടിബറ്റിൽ നിന്നും തുടങ്ങി അറബിക്കടലിൽ എത്തുന്ന വരെയുള്ള നീളമാണ്, ടോട്ടൽ ലെങ്ത് ആണ് എത്ര എന്ന് പറഞ്ഞത്? 3180 കിലോമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യ ഉണ്ട് അല്ലെ, ഇന്ത്യയിൽ കൂടി മാത്രം ഒഴുകുന്ന ആ ഒരു നീളം മാത്രമാണ് എന്തെന്ന് പറയുന്നത്? 1114 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ എന്താന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് റിവേഴ്സിനെ കുറിച്ച് നോക്കാം കേട്ടോ. ഇന്ത്യയുടെ റിവേഴ്സിനെ കുറിച്ച്. ജസ്റ്റ് ഇന്ത്യയിൽ റിവേഴ്സിനെ കുറിച്ച് ജസ്റ്റ് അത് ഇൻട്രോ ആണ് കേട്ടോ പറഞ്ഞത്. എന്താണ്, ഇന്ത്യയിൽ കുറെ റിവേഴ്സ് ഉണ്ട്. റിവേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, റിവേഴ്സ് നമ്മുടെ ഡ്രിങ്കിങ് പർപ്പസിന് റിവേഴ്സ് നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് അതിലേക്ക് പറഞ്ഞത്. ആൻഡ് ഹിയർ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് ആണ് അല്ലെ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഈ കാണുന്നതാണ് എന്ന് പറയുന്നത് ഇൻഡസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു
ഇതാണ് നമ്മുടെ ടിബറ്റ്, നമ്മുടെ ചൈനയുടെ ഭാഗമാണ് ഈ ടിബറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ് ഒറിജിൻ ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യും, ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യും. ലേറ്റർ ദെൻ ഇതെന്ത് ചെയ്യും, പാകിസ്ഥാനിലേക്കും എൻട്രി ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യും, അറബിക്കടലിലേക്ക് അല്ലെങ്കിൽ അറേബ്യൻ സീയിലേക്ക് വന്ന് പതിക്കും. ആൻഡ് ഇതിന്റെ ആകെ നീളമാണ് ഞാൻ എത്ര എന്ന് പറഞ്ഞാൽ 3180 കിലോമീറ്റർ എന്നും. ആൻഡ് ഈ പറയുന്ന, അതായത് ഈ പോർഷൻ തൊട്ട് ഈ ഒരു പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള നീളമാണ് 1114 കിലോമീറ്റർ എന്ന് പറയുന്നത്. സോ എന്തായാലും ഇപ്പൊ ഇത് ഇൻഡസിനെ കുറിച്ച് മാത്രം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ ഇന്ന് ഇൻഡസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ബാക്കി റിവേഴ്സിനെ കുറിച്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. സോ അതും കൂടി ഒന്ന് പറയാം. അതായത് ഇപ്പോ ഇതാണ് ഗംഗ എന്ന് പറയുന്നത്. ദെൻ യമുന ഗംഗയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു. ദെൻ ബ്രഹ്മപുത്രയാണിത്. ഇത് രണ്ടും അതായത് എങ്ങോട്ടാണ് വരുന്നത്, ബേ ഓഫ് ബംഗാളിലേക്കാണ് വരുന്നത്. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ ഹിമാലയൻ റിവേഴ്സ് 3 ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്, ഇൻഡസിന്റെ, ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് മനസ്സിലായത്? ഇൻഡസ് ഇവിടെ നിന്നും ഒറിജിൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്. അതേസമയം ഗംഗയും ബ്രഹ്മപുത്രയും ഒറിജിൻ ചെയ്തിട്ട് എങ്ങോട്ടാണ് ഒഴുകുന്നത്, ഇങ്ങോട്ടേക്കാണ്. സോ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? എല്ലാരും പോയോ? ഓഡിബിൾ ആണോ? ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് മനസ്സിലായോ? ആ മാപ്പ് ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിക്കേ. Flows into Arabian Sea, whereas Brahmaputra and Ganga flows into Bay of Bengal. അതെ, അതായത് വെസ്റ്റിലോട്ടാണ്, അതായത് അറേബ്യൻ സീ. അറേബ്യൻ സീ എവിടെയാണ്, നമ്മുടെ ഇന്ത്യയുടെ, ഇതല്ലേ വെസ്റ്റ്, ഇത് ഈസ്റ്റ് അല്ലേ, ഇത് നോർത്ത്, ഇത് സൗത്ത്. ഓക്കെ അല്ലേ? അതെ, ഇത് നോർത്ത്, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പൊ ഇതിനെന്താ മനസ്സിലായത്? നമ്മുടെ ഇൻഡസ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, വെസ്റ്റിലേക്കാണ് പോകുന്നത്. വെസ്റ്റിലേക്ക് പോയി നമ്മുടെ അറേബ്യൻ കടൽ അല്ലെങ്കിൽ അറേബ്യൻ സീയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു. അതേസമയം ഗംഗയും ബ്രഹ്മപുത്രയും ഈസ്റ്റിലോട്ടാണ് പോകുന്നത് അല്ലെ, എന്നിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് വന്ന് ചേരുന്നു. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ദ ഒൺലി ഹിമാലയൻ റിവർ വിച്ച് ഫ്ലോസ് ടു വെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻഡസ്. അതെ, ഇൻഡസ് മാത്രമാണ് എങ്ങോട്ടേക്ക് ഒഴുകുന്നത്, വെസ്റ്റിലോട്ട് ഒഴുകുന്നത്. ബാക്കി 2 ഹിമാലയൻ റിവേഴ്സ് ആയ ഗംഗയും ബ്രഹ്മപുത്രയും എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈസ്റ്റിലേക്കാണ് പോകുന്നത്. സോ ഇത് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒൺലി വെസ്റ്റ് ഫ്ലോയിങ് ഹിമാലയൻ റിവർ ഏതെന്ന് ചോദിച്ചാൽ പറയണം ഇൻഡസ് ആണ് എന്ന് പറയണം. ഓക്കെ, ദെൻ നർമ്മദയുണ്ട്. ഈ പറയുന്ന പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇതിനെയാണ് നമ്മൾ പെനിൻസുലാർ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന റിവേഴ്സുകളാണ് നർമ്മദ, താപ്പി, അതുപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ ഫൈൻ. നമുക്ക് ഇൻഡസിനെ കുറിച്ച് മാത്രം ഇന്ന് പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ആണോ? ഓക്കെ. ഇത് ജസ്റ്റ് റിവേഴ്സ് കാണിക്കുന്നതാണ് കേട്ടോ, വീഡിയോ ആയതുകൊണ്ടാണ്. ഓക്കെ ഫൈൻ. ഇനി നമ്മുടെ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നോക്കി, ഈ പോകുന്നതാണ് ഇൻഡസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇൻഡസ്. ഓക്കെ, ഈ പോകുന്നതാണ് ഇൻഡസ് എന്ന് പറയുന്നത്. ഈ ഇൻഡസിലേക്ക് വന്ന് ചേരുന്ന റിവേഴ്സുകളാണ് ഏതൊക്കെ, ഷോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻലി നമ്മൾ പഠിക്കുന്ന കുറച്ച് റിവേഴ്സ് ഉണ്ട്. ദേ ആർ സത്ലജ് ഉണ്ട്, ബിയാസ് ഉണ്ട്, ദെൻ രവി ഉണ്ട്, ചിനാബ് ഉണ്ട്, ജലമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. മലയാളത്തിൽ നമ്മൾ അതിനെ പറയുന്നത് പോഷക നദികൾ എന്നാണ് പറയുന്നത്. ആൻഡ് ഹിയർ നമ്മൾ മെയിൻലി നമ്മൾ പഠിക്കുന്ന 5 റിവേഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ 5 ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ് നമ്മൾ മെയിൻലി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആൻഡ് ആ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, വൺ ഈസ് സത്ലജ് ആൻഡ് ബിയാസ് ഉണ്ട്, രവി, ചിനാബ് ആൻഡ് ജലം. ഓക്കെ അല്ലേ?
ഇതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ മെയിൻ റിവറിലേക്ക് വന്ന് ചേരുന്ന നദികളാണ്, വന്ന് ജോയിൻ ചെയ്യുന്ന നദികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പോഷക നദികൾ എന്ന് പറയും. ഓക്കെ ആണോ? Yes, ma'am. സോ ജസ്റ്റ് ഈ ഒരു മാപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു പോകുന്ന, അതായത് ആ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വന്ന് ചേരുന്ന ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആഡ് ചെയ്തത്. ബാക്കി ഇനി വേണ്ട, കാരണം ബാക്കി നമ്മൾ പറഞ്ഞില്ലേ, ഗംഗ, ബ്രഹ്മപുത്ര, ഇതെല്ലാം ഈ ഒരു വീഡിയോയിലുണ്ട്. സോ നമുക്ക് റെസ്റ്റ് നമുക്ക് വേണ്ട, നമുക്ക് ഇൻഡസ് മാത്രം മതി. സോ അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ. അത് നിങ്ങൾ അതും കാണുന്നുണ്ടോ? ഇത് കണ്ടാലും മനസ്സിലാവില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരണം. ഓക്കെ, ഇത് മതിയല്ലോ അല്ലെ? ഇൻഡസിന്റെ മാത്രം മതിയല്ലോ. ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. Yes, miss. ഓക്കെ, Okay. സോ നമ്മളിപ്പോ പറഞ്ഞ ഇൻഡസ് റിവർ സിസ്റ്റം, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ തൊട്ടു മുന്നേ നമ്മൾ കണ്ട മാപ്പിൽ നമ്മൾ കണ്ട കുറെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് കുറച്ചുകൂടി ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവാനായിട്ടുള്ള ഒരു രീതിയിൽ കാണിക്കാണ് കേട്ടോ. ഇത് ഷോക്കം, ഇതെല്ലാം ട്രിബ്യൂട്ടറീസ് ആണ്. ദെൻ ഗിൽഗിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, നമ്മൾ ഒരു റിവർ നോക്കിയാൽ, ഇപ്പൊ നോക്കി, ഇത് ഇൻഡസ് അല്ലേ? ഈ ഇൻഡസിലേക്ക് വന്ന് ചേരുന്ന ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഇപ്പൊ ഈ ഒരു റിവർ ഫ്ലോ ചെയ്യുമ്പോഴത്തേനും ഇതിലേക്ക് ഇപ്പൊ നോക്കിയേ, ഇപ്പൊ റൈറ്റ് സൈഡ്, ഇപ്പൊ നമ്മൾ ആ റിവർ എങ്ങനെയാണോ ഫ്ലോ ചെയ്യുന്നത്, ആ റിവറിനെ വെച്ചിട്ട് വേണം നമ്മൾ പറയാൻ. അപ്പൊ ഈ റിവറിനെ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ റൈറ്റും ലെഫ്റ്റും ഇതാണ്, പറയാനായിട്ട് പറ്റുമോ? ആൻഡ് ഇതിന്റെ ഒറിജിൻ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഒറിജിൻ ഇവിടെ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ഒറിജിൻ ചെയ്യുന്ന എവിടെ നിന്നാന്ന് ഞാൻ പറഞ്ഞു? ടിബറ്റിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത് അല്ലെ? ടിബറ്റിൽ നിന്നല്ലേ ഒറിജിൻ ചെയ്യുന്നേ? ടിബറ്റിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ഈ ടിബറ്റില് എന്തുണ്ട്? അവിടെ മാനസരോവർ ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു തടാകമുണ്ട്. ആ ലേക്കിന് അടുത്തായിട്ട് ഒരു ഗ്ലേഷ്യർ ഉണ്ട്. ആ ഗ്ലേഷ്യറിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബൊഗാർച്ചു ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഗ്ലേഷ്യർ? എന്താണ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാല്? ഹിമാനി. അതെ, ഹിമാനിയാണ്. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും? മൂവിങ് ഐസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഫ്രിഡ്ജിൽ നമ്മൾ മറ്റേ വാട്ടർ ഐസ് ആക്കാനായിട്ട് വെക്കില്ലേ, ഫ്രീസ് ചെയ്യത്തില്ലേ? ആ ഐസ് മൂവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ്, ആ ഐസ് അങ്ങനെ ഇരുന്ന് മൂവ് ചെയ്യും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗ്ലേഷ്യറിൽ നിന്നും ഉത്ഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ ഗ്ലേഷ്യർ മെൽറ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന നമ്മുടെ റിവർ ആണ് ഇതെന്ന് പറയുന്നത് ഇൻഡസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിൻ എവിടെയാണ്? ബൊഗാർച്ചു ഗ്ലേഷ്യറിൽ നിന്നുമാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. അല്ല, ഇത് ഒറിജിൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ലെഫ്റ്റും റൈറ്റും എന്ന് പറഞ്ഞാൽ ഈ ഒരു റിവറിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും, ഇതിൽ ലെഫ്റ്റ് ട്രിബ്യൂട്ടറീസും റൈറ്റ് ട്രിബ്യൂട്ടറീസ് ഒക്കെ ഏതൊക്കെയാണ്? ജലം, രവി, സത്ലജ്, ബിയാസ്, ചെനാബ്, അതൊക്കെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. അതെ, ലെഫ്റ്റ് ബാങ്ക് ആണ്. ഓക്കെ, ബാക്കി വരുന്നതെല്ലാം റൈറ്റ് ബാങ്ക് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മൾ ആ റിവർ മൂവ് ചെയ്യുന്നെങ്കിൽ, അല്ലാണ്ട് നമ്മൾക്ക് നേരെ കാണുന്ന റൈറ്റ് ലെഫ്റ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ആ റിവർ ഒഴുകുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ റിവറിന്റെ ഒപ്പം ഒന്ന് ഒഴുകി നോക്കാം. അപ്പൊ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഏതാണോ അതാണ് ഇതിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും. ഓക്കെ, ഇതൊരു നിങ്ങൾ ഡിഗ്രി ക്ലാസ്സസിലേക്ക് പോകുമ്പോഴത്തേനും മിക്കവാറും നമ്മൾ ഈ ജോഗ്രഫി ഒക്കെ നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു ടോപ്പോ ഷീറ്റ് ഒക്കെ തന്നിട്ട് അതുപോലെ നമ്മുടെ അടുത്ത് പറയും ഒരു റിവറിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഏതൊക്കെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും വെച്ചല്ല നോക്കേണ്ടത്, ആ റിവർ എങ്ങനെയാണോ ഒഴുകുന്നത് അതുപോലെ നമ്മളും ജസ്റ്റ് ആ റിവറിനോടൊത്ത് ഒഴുകുകയാണ് അല്ലെങ്കിൽ മൂവ് ചെയ്യുകയാണെന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ലെഫ്റ്റും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലായല്ലോ അല്ലെ? പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഇതിൽ ഏതാണ്? നമ്മുടെ സിന്ധുവിന്റെ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഇതിൽ ഏതാണ്? ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഏതാണ്?
അറിയാൻ പറ്റുന്നുണ്ടോ ഇതിലെ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി? സത്ലജ് ആണോ? അതെ, സത്ലജ് ആണ് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ദെൻ ഇതില് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് എന്ന് ചോദിക്കാം. അതാണെങ്കിൽ ഏതാണ് ആൻസർ എന്നറിയോ? അത് നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ നദികൾ വന്ന് ജോയിൻ ചെയ്യുന്നത് ഏത് നദിയിലേക്കാണെന്ന് നോക്കണം. അതായത് ആക്ച്വലി ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ചിനാബാണ് കേട്ടോ. അപ്പോ അതായത് സത്ലജ് ആണെങ്കിലും ചിനാബിലേക്കാണ് വന്ന് ചേരുന്നത്. ആൻഡ് സത്ലജിന്റെ ഇടയ്ക്ക് നോക്കിയാൽ ബിയാസ് വന്ന സത്ലജിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും വോളിയം, അതായത് വാട്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ദെൻ രവി നോക്കിയാൽ അവിടേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ജലം നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിനാബിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അപ്പൊ അതായത് ശരിക്കും വോളിയം ഓഫ് വാട്ടർ ക്യാരി ചെയ്യുന്നത് ഏത് ട്രിബ്യൂട്ടറി ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ചിനാബ് ആണെന്ന് പറയണം. ആൻഡ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് സിന്ധു ഓർ ദ ഇൻഡസ് റിവർ ചോദിച്ചാലും നമ്മൾ ചിനാബ് എന്ന് പറയണം. ഓക്കെ ആണോ? ഇത് രണ്ടും മനസ്സിലായോ? സത്ലജിനെ കുറിച്ചും ചിനാബിനെ കുറിച്ചും. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ മാപ്പ് നോക്കി നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ ഈ ജോഗ്രഫി എപ്പോഴും കുറച്ച് മാപ്പ് നോക്കി പഠിച്ചാൽ നമുക്ക് എപ്പോഴും എന്താണ് മറന്നു പോകത്തില്ല. നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവും. കാരണം നമ്മുടെ മനസ്സിൽ ആ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും. ഇതിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇന്ത്യയിൽ മാത്രം, അതായത് ഇന്ത്യയിൽ നിന്ന് ഒറിജിൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ എൻഡ് ചെയ്യുന്ന ഒരു എന്തുണ്ട്, ഒരു ട്രിബ്യൂട്ടറി ഉണ്ട് സിന്ധുവിന്റെ അല്ലെങ്കിൽ ഇൻഡസിന്റെ. അത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഷോക്കാണോ? ബിയാസ്. അല്ല, അതായത് ഇന്ത്യയിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഷോക്ക്. ഓക്കെ, ഷോക്ക് പറയാം കേട്ടോ, ഷോക്ക് പറയാം. വേറെ ബിയാസ്. അതെ, ബിയാസ് ആണ് നമ്മൾ മെയിൻലി പഠിക്കുന്ന. നമ്മൾ 5 റിവേഴ്സ്, ആ 5 റിവേഴ്സിൽ നിന്നാണ് കേട്ടോ ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതാണ് കിട്ടിയത്. ഓക്കെ, ബിയാസ് ആണ് കേട്ടോ. കണ്ടോ, ബിയാസ് ഇവിടെ നിന്നും ഒറിജിൻ ചെയ്തിട്ട് കണ്ടോ ഇവിടെ തന്നെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഇത് നമ്മുടെ ഏതാണ്, ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. മനസ്സിലാവൂന്ന് എനിക്ക് അറിയില്ല. ഈ കാണുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഹിമാചൽ പ്രദേശ്, ഇത് പഞ്ചാബ്. ഇടാം കേട്ടോ. ഇത് പഞ്ചാബ്, ഇത് ഹിമാചൽ പ്രദേശ്. അപ്പൊ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഇത് എന്ത് ചെയ്യുന്നു, ഒറിജിൻ ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുന്നു, പഞ്ചാബിൽ എത്തുമ്പോഴത്തേനും നമ്മുടെ സത്ലജിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച് എവിടെ, ഇന്ത്യയിൽ തന്നെ, അതായത് ഇന്ത്യയിൽ തന്നെയാണ്. അതായത് മറ്റു രാജ്യത്തിലേക്ക്, അതായത് നമ്മുടെ പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഈ ഒരു ഇൻഡസ് റിവർ പഠിക്കുമ്പോൾ അതിന്റെ മെയിൻ നായകൻ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. കാരണം ഏറ്റവും കൂടുതലും പാകിസ്ഥാനിലൂടെയാണ് നമ്മുടെ ഇൻഡസ് റിവറും ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ഒക്കെ കൂടുതലും ഒഴുകുന്നത്. സോ ഈ ഒരു കഥയിലെ നായകൻ എന്ന് പറയുന്നത് ആരാണ്? പാകിസ്ഥാനാണ്. പക്ഷെ ആ നായകന്റെ അടുത്തേക്ക് ആര് പോകുന്നില്ല? ബിയാസ് പോകുന്നില്ല. സോ ഇവിടുത്തെ ഏറ്റവും അതായത് ഇന്ത്യയിൽ തന്നെ ഒറിജിൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന, അപ്പോൾ അതൊരു എന്താ പറയാ, ഇന്ത്യക്ക് മാത്രം ഒരു അവകാശമുള്ള ഒരു റിവറൊക്കെ പോലെ നമുക്ക് പറയാം ബിയാസിനെ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇതിൽ ഹിമാചൽ പ്രദേശിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇത് ഇറേസ് ചെയ്തെന്നാ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അതായത് ഇതാണ് കേട്ടോ ഹിമാചൽ പ്രദേശ്, ഇതാണ് ഹിമാചൽ പ്രദേശ്, ഇത് പഞ്ചാബ്. ഈ ഹിമാചൽ പ്രദേശിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്? മനസ്സിലാവും, നോക്ക്. ചെനാബ്, ചിനാബ്, ബിയാസ്, രവി. ചിനാബ്, ബിയാസ്, രവി. ഓക്കെ, മെയിൻലി നമ്മുടെ 5 മെയിൻ ട്രിബ്യൂട്ടറീസിന്റെ ഇത് മതി. ഓക്കെ, ഫൈൻ, കറക്റ്റ് തന്നെയാണ്. ബിയാസ്, ചിനാബ്, രവി. ഇനി അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ ജലം ഉണ്ടല്ലോ, ജലവും നമ്മുടെ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി തന്നെയാണ്. നമ്മൾ മെയിൻലി പഠിക്കുന്ന 5 ഒരാളാണ് ജലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജലം നോക്കിക്കേ, എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്? ഈ കാണുന്നത് ലഡാക്ക് ആണ് കേട്ടോ.
അതായത് ഇപ്പൊ ലഡാക്കും ജമ്മു കാശ്മീർ ഇപ്പൊ 2 യൂണിയൻ ടെറിട്ടറീസ് ആണ്. അപ്പൊ ഈ കാണുന്നതാണ് ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് ജമ്മു കാശ്മീർ. ജലം ഒറിജിൻ ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണ്. ദെൻ ചിനാബും രവിയും ബിയാസും ഹിമാചൽ പ്രദേശിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു. അതായത് ഇന്ത്യയിൽ നിന്നും ഒറിജിൻ ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, ചോദിക്കാൻ വിട്ടുപോയി. ഇന്ത്യയിൽ നിന്നും ഒറിജിൻ ചെയ്യാത്ത സിന്ധുവിന്റെ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയും? ഈ 5 ഏതാണ്? Satluj. സത്ലജ് ആണ് കേട്ടോ. സത്ലജും ആക്ച്വലി അവിടെ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്, നമ്മുടെ ഇൻഡസ് റിവറിന്റെ തൊട്ടടുത്തായിട്ട്. അതായത് ഇവിടെ മാനസരോവർ ലേക്ക് ഉണ്ട്, അതിന് തൊട്ടടുത്തായിട്ട് വേറൊരു ലേക്ക് ഉണ്ട്, രക്ഷാസ്ഥൽ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു തടാകമുണ്ട്. അവിടെ നിന്നുമാണ് ഈ പറയുന്ന സത്ലജും, അതായത് ചൈന എന്ന് പറയും. കാരണം ടിബറ്റ് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കൺട്രി അല്ല, ചൈനയുടെ ഭാഗമാണ് ടിബറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം സത്ലജും ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്, ചൈനയിൽ നിന്ന്. അതായത് ഇൻഡസിനെ പോലെ ചൈനയിൽ നിന്നും ഉത്ഭവിച്ചിട്ടാണ് പിന്നെ അത് എന്ത് ചെയ്യുന്നത്, ഒറിജിൻ ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നതും. ലേറ്റർ പിന്നെ അത് എങ്ങോട്ടേക്ക് പോകുന്നു, പാകിസ്ഥാനിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിട്ടുപോയി, ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിന്റെയൊക്കെ ഒറിജിൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അത് ജലം മാത്രമാണ് ജമ്മു കാശ്മീരിൽ നിന്നും. അത് ആ ജെ വെച്ച് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ മറന്നു പോകത്തില്ല. ജലം ജമ്മു കാശ്മീരിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ദെൻ സത്ലജ് ഓർത്ത് വെക്കുക, എവിടെ നിന്നുമാണ്? നമ്മുടെ ടിബറ്റിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കുക, ചൈനയാണെന്നുണ്ടെങ്കിൽ ചൈന, ടിബറ്റ് ആണ്, ചൈനയ്ക്ക് പകരം ടിബറ്റ് ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ ടിബറ്റ് എന്ന് തന്നെ കൊടുക്കുക കേട്ടോ. അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ രക്ഷാസ്ഥൽ തടാകം എന്ന് പറഞ്ഞ ഒരു ലേക്ക് ഉണ്ട് അവിടെ, ആ ലേക്കിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ഓക്കെ, അത് സത്ലജ് ആണ്. ദെൻ ബാക്കി 3 എവിടെ തന്നെയാണ്? ഹിമാചൽ പ്രദേശിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് മനസ്സിലായല്ലോ അല്ലെ? ഒറിജിൻ ചെയ്യുന്ന കാര്യം മനസ്സിലായില്ലേ? Yes, ma'am. ദെൻ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഏതാന്ന് മനസ്സിലായോ? ഏതാണ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി? Chenab. ചിനാബ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ വോളിയം ഓഫ് വാട്ടർ ക്യാരി ചെയ്യുന്നത് ചിനാബ് ആയതുകൊണ്ടാണ്. കാരണം കൂടുതൽ ദിവസം ജോയിൻ ചെയ്യുന്നത് ചിനാബിലേക്കാണ്. അപ്പൊ ചിനാബ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വോളിയം ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചിനാബിനെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് എന്ന് പറയുന്നത്. ആൻഡ് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഏതാണ്? Satluj. ഓക്കെ, സത്ലജ്. അപ്പൊ ഈ ഒരു മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ അടുത്ത് പോട്ടെ. Yes, ma'am. സോ ഇത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഓരോ ട്രിബ്യൂട്ടറിയും എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ബിയാസിനെ കുറിച്ചാണ്. ഈ കാണുന്ന ബിയാസ്. അപ്പൊ ഈ ബിയാസ് എവിടെ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. എന്നിട്ട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഒറിജിൻ ചെയ്തിട്ട് പഞ്ചാബിലേക്ക് വരുന്നു. ഓക്കെ, ഇത് പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബിൽ നിന്നും പിന്നെ അത് എവിടേക്ക് പോകും? നമ്മുടെ പാകിസ്ഥാനിലേക്ക് കയറിയിട്ട് ചിനാബിലേക്ക് വന്ന് ചേരുന്നു. ഓക്കെ, മനസ്സിലായോ? ഈ ഫിഗർ നോക്കി നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. അതായത് ബിയാസ് എവിടെ സോറി തെറ്റുണ്ട് കേട്ടോ. അതായത് ബിയാസ് ഇതാണ് കേട്ടോ. ഞാൻ രവിയാണ് ബിയാസ് ആക്കി പറഞ്ഞത്. ബിയാസ് ഈ പറയുന്ന ഹിമാചൽ പ്രദേശിൽ നിന്നും ഒറിജിൻ ചെയ്തിട്ട് പഞ്ചാബിലേക്ക് വന്നിട്ട് എവിടേക്കാണ് ജോയിൻ ചെയ്യുന്നത്? സത്ലജിലേക്കാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസിലേക്കാണ് ആര് വന്ന് ജോയിൻ ചെയ്യുന്നത്? ബിയാസ് വന്ന് ജോയിൻ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു പോർഷനിലാണ് വന്ന് ജോയിൻ ചെയ്യുന്നത് ബിയാസ്. ഓക്കെ അല്ല? അപ്പൊ ഇനി ചോദിക്കാം, ഹിമാചൽ പ്രദേശിന്റെ എവിടെ നിന്നുമാണ് ബിയാസ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാല്, നമ്മുടെ ഹിമാചൽ പ്രദേശിൽ ഒരു പാസ് ഉണ്ട്, റോഹ്താങ് ചുരം. ഓക്കെ, കേട്ടിട്ടുണ്ടോ? റോഹ്താങ് പാസ് കേട്ടിട്ടുണ്ടോ? ഹിമാചൽ പ്രദേശിലുള്ളതാണ്, അറിയോ? No. ഓക്കെ, അപ്പൊ ജസ്റ്റ് കേട്ടിരിക്കുക. ബിയാസ് ഒറിജിൻ ചെയ്യുന്നത് റോഹ്താങ് പാസിൽ നിന്നുമാണ്. അത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം, ഒരു പക്ഷേ ഒറിജിനെ പകരം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ റോഹ്താങ് ചുരം അല്ല കിടക്കുന്നത്, അല്ലെങ്കിൽ റോഹ്താങ് പാസ് അല്ല കിടക്കുന്നത്, അതിന് പകരം ബിയാസ് കുണ്ട് എന്നാണെങ്കിൽ അത് വേണം നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ട്രിബ്യൂട്ടറി ഓഫ് ബിയാസ് എന്ന് പറയുന്നതാണ് പർബാത്തി. ആൻഡ് ദെൻ ഈ ഒരു റിവറിൽ വരുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഡാമുകളാണ് ഇതൊക്കെ
പോങ് ഡാമും ബിയാസ് പ്രോജക്റ്റും. അപ്പൊ ഇതില് ഈ ട്രിബ്യൂട്ടറി വളരെ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ബിയാസ് ഒറിജിൻ ചെയ്യുന്ന കാര്യം പഠിച്ചു വെക്കുക. ദെൻ ഇതിൽ വരുന്ന ഡാമിനെ കുറിച്ച് പഠിച്ചു വെക്കാം. അപ്പൊ ഇതിൽ വരുന്ന രണ്ടെണ്ണം അല്ലെ മെയിൻലി പഠിക്കേണ്ട ഒരു ഡാം എന്ന് പറയുന്നത് പോങ് ഡാം ആണ് കേട്ടോ. ഈ പോങ് ഡാമിന് വേറൊരു പേരും കൂടി ഉണ്ട്. ആ പേരാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്ന് പറഞ്ഞിട്ട് വേറൊരു പേര് കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം എക്സാമിന്, ഈ മഹാറാണ പ്രതാപ് സാഗർ ഡാം അല്ലെങ്കിൽ പോങ് ഡാം ഏത് റിവറിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? Bias. അതെ, ബിയാസ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഓൾറെഡി മാപ്പിലൂടെ കണ്ട് മനസ്സിലാക്കിയതാണ്, ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. അപ്പൊ ഹിമാചൽ പ്രദേശിൽ എവിടെയാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്? എവിടെയാണ് ഈ ഈ ഈ പാർട്ട് എന്താണ്, ഈ ഒരു പൊസിഷൻ എന്താണ് പറയാമോ? ഈ ഒരു Rohtang Pass. പോയിന്റ്, അതെ, റോഹ്താങ് പാസ് ആണ് കേട്ടോ ഹിമാചൽ പ്രദേശിൽ. ആൻഡ് അത് എന്ത് ചെയ്യുന്നു, അവിടെ നിന്നും ഒറിജിൻ ചെയ്തിട്ട് ഇത് ഹിമാചൽ പ്രദേശിലൂടെ എവിടേക്ക് വരുന്നു, പഞ്ചാബിലേക്ക് വരുന്നു. പഞ്ചാബിലേക്ക് വന്നിട്ട് ഇത് എം ഡി ചെയ്യുന്നു, അല്ലെങ്കിൽ എം ഡി ചെയ്യുന്നു എന്ന് പറയേണ്ട, ജോയിൻ ചെയ്യുന്നു. എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? നമ്മുടെ സത്ലജ് റിവറിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ. ദെൻ കംസ് ചിനാബ് അല്ലെ, നമ്മൾ പറഞ്ഞ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി, അതാണ് എന്ന് പറയുന്നത് ചിനാബ് എന്ന് പറയുന്നത്. സോ ഹിയർ ചിനാബും എവിടെ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിയാസ് ആയിക്കോട്ടെ, രവി ആയിക്കോട്ടെ, ചിനാബ് ആയിക്കോട്ടെ, ഇത് മൂന്നും ഹിമാചൽ പ്രദേശിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ആൻഡ് ഹിയർ ചിനാബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ചിനാബ് അല്ലെ. ചിനാബ് നിങ്ങൾ നോക്കി വരുമ്പോൾ ഇവിടെ കണ്ടോ, ഒറിജിന്റെ അവിടെ ഇവിടെ നമുക്ക് വേറെ രണ്ട് സ്ട്രീംസ് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ചന്ദ്രയും ഒന്നെന്ന് പറയുന്ന ബാഗയുമാണ്. സോ ഈ ചിനാബ് റിവറിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് കേട്ടോ, ഈ ഒരു പേര് കൂടി നമ്മൾ ചിനാബിനെ വിളിക്കുന്നുണ്ട്, ചന്ദ്രഭാഗ റിവർ എന്ന് അറിയപ്പെടുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെ എക്സാമിന് ചോദിക്കാം, ഈ ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറീസിൽ ഏത് റിവറിനെയാണ് ചന്ദ്രഭാഗ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം, ചിനാബിനെയാണ്. ഈ പറയുന്ന രണ്ട് സ്ട്രീംസ്, ഈ ചന്ദ്രയും ഭാഗ്യയും കൂടി ജോയിൻ ചെയ്യുന്ന ഈ പോർഷൻ, ഈ ഒരു സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് താണ്ടി. താണ്ടി എന്ന് പറയും, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം, TANDA. ഓക്കെ, താണ്ടി എന്ന് പ്രൊണൗൺസ് ചെയ്യാം കേട്ടോ. അവിടെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ചിനാബായിട്ട് ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ, ചന്ദ്രയും ഭാഗ്യയും കൂടി ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ചിനാബായിട്ട് ഒഴുകുന്നു. ഇപ്പൊ ഇതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെയാണ്, ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിലും അതും പാസ് തന്നെയാണ്, ബാരാലാച്ചാല ചുരമാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിൽ വരുന്ന പാസസ് ആണ് ഏതൊക്കെ, ഈ പറയുന്ന ബാരാലാച്ചാല പാസ് എന്ന് പറയുന്നതും, നേരത്തെ നമ്മൾ ബിയാസ് ഒറിജിൻ ചെയ്ത റോഹ്താങ് ചുരവും അല്ലെങ്കിൽ റോഹ്താങ് പാസ് എന്ന് പറയുന്നതെല്ലാം എവിടെയുള്ളതാണ്, ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നോ പാസസിന്റെ? ഇല്ല. ഓക്കെ, നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു പാസസിന്, അതായത് പാസസ് ഇന്ത്യയിൽ കാണപ്പെടുന്ന പാസസ് മാത്രമായിട്ട് ക്ലാസ് വെക്കും എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ പഠിക്കും റോഹ്താങ് പാസ് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ്, അതുപോലെ ബാരാലാച്ചാല ചുരം എവിടെയാണ്, കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. സോ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ അല്ലെങ്കിൽ പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ ചിനാബ് എവിടെ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ചാല പാസിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇപ്പൊ ചന്ദ്രയും ഭാഗ്യയും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചിനാബായിട്ട് ഒഴുകുന്നത്. അപ്പം ഇങ്ങനെ ആലോചിക്കാം, ഈ ഒരു ചിനാബിന്റെ ഈ ഒരു ഫിഗർ നോക്കി, അതായത് ചിനാബിന്റെ ഏറ്റവും അപ്പർ പാർട്ട്, അതായത് അപ്പർ പോർഷൻ കണ്ടോ, ഇപ്പൊ ഇവിടെയാണ് ചിനാബ്. ഈ അപ്പർ പോർഷനിലെ ചിനാബിനെ അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രഭാഗ. കാരണം എന്താണ്, ചന്ദ്രയും ഭാഗ്യം എന്ന് പറയുന്ന രണ്ട് സ്ട്രീംസ് വന്ന് ചേരുന്നിടം തൊട്ടാണ് ചിനാബായി മാറുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ നിന്നും പഠിക്കേണ്ട ഒരു കാര്യം, ചിനാബിന്റെ വേറൊരു പേര്, മറ്റൊരു പേര് ചന്ദ്രഭാഗ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ചിനാബിന്റെ ട്രിബ്യൂട്ടറീസ് നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ അതുപോലെ ബാഗ, അതുപോലെ റിവർ താവി ഉണ്ട് കേട്ടോ. താവിക്ക് ഒരു പ്രാധാന്യമുണ്ട്.
താവി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. ഓരോ റിവറിന്റെയും തീരത്തുള്ള പട്ടണങ്ങൾ, അതായത് സിറ്റീസ് ചോദിക്കാം. അപ്പൊ ഈ പറയുന്ന താവി റിവറിന്റെ തീരത്തുള്ള പട്ടണം അല്ലെങ്കിൽ സിറ്റി ആണ് എന്ന് പറയുന്നത് ജമ്മു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ചിനാബ് ഹിമാചൽ പ്രദേശിൽ നിന്നും ഒറിജിൻ ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുന്നു. ഇതെന്താണ്, എവിടെയോട്ടാണ് എൻട്രി ചെയ്യുന്നത്? Jammu and Kashmir. ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം പിന്നെ അത് ചിനാബിലേക്ക് വന്ന് ചേരുന്നു. അപ്പൊ ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ നമ്മുടെ ആരുണ്ട്? നമ്മുടെ ജമ്മു എന്ന് പറഞ്ഞിട്ടൊരു സിറ്റി ഉണ്ട്. ആ ജമ്മു ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ചിനാബിന്റെ പോഷക നദി അല്ലെങ്കിൽ ചിനാബിന്റെ ട്രിബ്യൂട്ടറി ആയ താവി നദിയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മെയിൻലി നമ്മുടെ റിവേഴ്സിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ റിവേഴ്സിന്റെ ഒക്കെ തീരത്ത്, അതായത് റിവേഴ്സിന്റെ ബാങ്ക്സിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സിറ്റികളും എടുത്തെടുത്ത് ചോദിക്കാം. ഇപ്പോ ഇൻഡസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇൻഡസ് ഇവിടെ നിന്നും ഒറിജിൻ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് കയറുന്നു. ഇന്ത്യയിലേക്ക് ഇപ്പൊ ലഡാക്കിലൂടെയാണ് ഇന്ത്യയിലേക്ക് കയറുന്നത്. ഇവിടെ ലഡാക്ക് എന്ന് പറയുന്ന റീജിയൻ ആണ്. ആൻഡ് ഈ പറയുന്നത് ഹോൾ എന്താണ്, ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ആണ്. ആൻഡ് ഇവിടെയാണ് ലഡാക്ക് എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ഉള്ളത്. അപ്പൊ ആ റീജിയൻ വഴി അകത്തേക്ക് കയറുന്നു. ആൻഡ് അവിടെ എന്തുണ്ട്, ലേ ഉണ്ട്. ലേക്ക് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ലേ ഇരിക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലഡാക്ക് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ മാപ്പ് മനസ്സിലേക്ക് വരണം. എന്നിട്ട് പറയണം ഇൻഡസിന്റെ തീരത്താണ് എന്നുള്ള കാര്യം ഓർമ്മ വരണം. ദെൻ ലേറ്റർ ഇതിലൂടെയൊക്കെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എൻട്രി ചെയ്ത് പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ ഇവിടെ കുറെ പട്ടണങ്ങളൊക്കെ ഉണ്ട്, അതായത് കുറെ സിറ്റികൾ ഉണ്ട്. അല്ലെങ്കിൽ മെയിൻലി നമ്മൾ വേറൊരു സിറ്റി പറയുന്നുണ്ട്. കാരണം പാകിസ്ഥാനിൽ തന്നെ അതായത് ഇപ്പൊ കറാച്ചി എന്ന് പറഞ്ഞിട്ടൊരു സിറ്റി ഉണ്ട്. കാരണം ഇൻഡസ് റിവറിന്റെ തീരത്തിരിക്കുന്നതില് ഏറ്റവും വലിയ സിറ്റിയാണ് ഇതെന്ന് പറയുന്നത് കറാച്ചി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കറാച്ചി എന്ന് പറയുന്നത് ഏത് റിവറിന്റെ ബാങ്ക് അല്ലെങ്കിൽ ഏത് റിവറിന്റെ തീരത്താണ് എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറയണം ഇൻഡസ് റിവറിന്റെ തീരത്താണ്. ആൻഡ് ഇൻ കേസ് ഓഫ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, കറാച്ചി ആക്ച്വലി പാകിസ്ഥാനിലാണ്. ഇൻ കേസ് ഓഫ് ഇന്ത്യയിലേക്ക് വരുമ്പോ ഈ ലേ പറയാം, ലഡാക്ക് ഒക്കെ പറയാം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. തീരത്തിരിക്കുന്ന പട്ടണങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോ ചിനാബിന്റെ പോഷക നദി അല്ലെ ട്രിബ്യൂട്ടറി ആയ തവീന്റെ തീരത്തിരിക്കുന്ന പട്ടണമാണ് ജമ്മു എന്ന് പറയുന്നത്. ജമ്മു നമ്മുടെ ഇന്ത്യയിലല്ലേ. അപ്പൊ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ജമ്മു ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിക്കാം. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. ഓക്കെ, അപ്പൊ റിവേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒറിജിനും അതിന്റെ ട്രിബ്യൂട്ടറീസ് ഒക്കെ പഠിച്ചതിന് ശേഷം മെയിൻലി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ പറയുന്ന സിറ്റീസിനാണ്. ഓക്കെ, സോ ഇനി ഈ ഒരു ചിനാബില് വരുന്ന അല്ലെങ്കിൽ ചിനാബിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഡാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബിയാസിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് പോങ് ഡാം ആണ് അല്ലെ. പോങ് ഡാമിന്റെ വേറൊരു പേര് പറഞ്ഞേ. പോങ് ഡാമിന്റെ വേറൊരു പേര് പറഞ്ഞാൽ വേറൊരു പേര് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഒരു വലിയ അതെ, മഹാറാണ പ്രതാപ് സാഗർ ഡാം. ഇത് വേണമെങ്കിൽ ചോദിക്കും കേട്ടോ. ഇപ്പൊ ഡാമുകൾ ചോദിക്കാം കേട്ടോ. ഡാമുകൾ ഏത് നദിയിലാണ്, ഏത് റിവറിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് നല്ലപോലെ പഠിച്ചു വെക്കുക. ഡാംസ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ സിറ്റീസ് ഒക്കെ നല്ലപോലെ ഇച്ചിരി ഒന്ന് എന്താ പറയാ, ഇച്ചിരി ഒരു എന്താ പറയാ, നല്ല കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ ഇച്ചിരി പാടായിരിക്കും, എങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഹിയർ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്ന ചിനാബിന്റെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഡാമുകളെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അല്ല, ആദ്യത്തെ ഡാം എന്ന് പറയുന്നത് സലാലാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ദുൽഹസ്തി ഡാം ആണ്. അത് തേർഡ് എന്ന് പറയുന്നത് ബഗ്ലിഹർ ഡാം ആണ് കേട്ടോ. ഈ ട്രിമു ബാരിച്ച് വേണ്ട, മെയിൻലി ഇത് മൂന്നും പഠിച്ചു വെക്കുക. സലാൽ ഉണ്ട്, ദുൽഹസ്തി ഉണ്ട്, ബഗ്ലിഹർ ഡാം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ബഗ്ലിഹർ ഡാം ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം, ദുൽഹസ്തി ഡാം ചോദിക്കാം. ഇതെല്ലാം വരുന്നത് എനിക്ക് ജമ്മു കാശ്മീരിലാണ് ഈ വരുന്ന ഡാമുകളൊക്കെ. അപ്പൊ ഈ ഡാമുകളൊക്കെ ഏത് നദിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓർമ്മയിൽ വരണം ചിനാബിലാണ്.
ഓക്കെ അല്ലേ? ആൻഡ് ഇത് ഒഴുകുന്നത് നമ്മൾ പറഞ്ഞു ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ചാല ചുരത്തിൽ നിന്നുമാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. ലേറ്റർ ഇത് ഒറിജിൻ ചെയ്തിട്ടേക്ക് എങ്ങോട്ടേക്കാണ് എൻ്റർ ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലൂടെ ഫ്ലോ ചെയ്തിട്ട് ജമ്മു കാശ്മീരിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ ജമ്മു കാശ്മീരിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇതിന്റെ പോഷക നദി, അതായത് ഇതിന്റെ ട്രിബ്യൂട്ടറി ആയ തവീന്റെ തീരത്ത് ആരുണ്ട്? ഒരു സിറ്റി ഉണ്ട്. ആ സിറ്റി ഏതാണ്? Jammu. അതെ, ജമ്മു ഉണ്ട്. ആൻഡ് ആ ജമ്മു കാശ്മീരിൽ തന്നെ എന്തുണ്ട്? ഈ ചിനാബില് ഒരുപാട് ഡാംസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഡാംസ് ആണ് ഏതൊക്കെ? ദുൽഹസ്തിയും ബഗ്ലിഹറും സലാലും. ഓക്കെ അല്ലേ? ഇനി മറന്നു പോവില്ലല്ലോ അല്ലേ? ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ. ആക്ച്വലി ആദ്യം വരേണ്ട ആളാണ് ഇപ്പൊ മൂന്നാമത് കിടക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ സത്ലജ് അല്ല, സോറി, സിന്ധു. നമ്മുടെ ഇൻഡസിനെ കുറിച്ച് വേണം ആദ്യം പറയേണ്ടത്. ബട്ട് മൂന്നാമതാണ് ഇവിടെ കിടക്കുന്നത്. എനിവേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡസ് എവിടെ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്? ടിബറ്റിലാണ്. ടിബറ്റിൽ നമ്മൾ ആ ഒരു ഗ്ലേഷ്യന്റെ പേര് പറഞ്ഞു അല്ലെ? ആ ഗ്ലേഷ്യന്റെ പേര് എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? Bokharchu. ബൊക്കാർച്ചു ഗ്ലേഷ്യർ ആണ് കേട്ടോ. നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിവേ, ഓക്കെ, ബൊക്കാർച്ചു ഗ്ലേഷ്യർ ആണ്. എവിടെയാണത്? ടിബറ്റിലാണ്, നിയർ മാനസരോവർ ലേക്ക് കേട്ടോ. ഈ മാനസരോവർ ലേക്ക് എവിടെയാണ്? നമ്മുടെ ചൈന പിടിച്ചെടുത്ത ടിബറ്റിലാണ് ഈ പറയുന്ന മാനസരോവർ ലേക്ക്. അതിന്റെ അടുത്ത് നിന്നുമാണ് നമ്മുടെ ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു എന്ത് ചെയ്യുന്നത്? ഒറിജിൻ ചെയ്യുന്നത്. ദെൻ ഇൻഡസിന്റെ കുറെ എന്ത് പറയുന്നുണ്ട്? ട്രിബ്യൂട്ടറീസ് പറയുന്നുണ്ട് അല്ലെ? ഓൾറെഡി നമ്മൾ ആദ്യത്തെ മാപ്പിലൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്. മെയിൻലി 5 എണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഈ 5 നദികളെ നമ്മൾ എന്ത് പഞ്ചനദി എന്നൊക്കെ പറയും. ചിനാബ്, സത്ലജ്, ബിയാസ്, ജലം, ഇതെല്ലാം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ദെൻ സസ്കർ ഉണ്ട്, ആസ്റ്റർ ഉണ്ട്, കിഷൻഗംഗ ഉണ്ട്, ദെൻ ഷോക്ക് ഉണ്ട് കേട്ടോ. ഈ 6 എന്ന് പറഞ്ഞാല് റൈറ്റ് ട്രിബ്യൂട്ടറി ആണ് കേട്ടോ. ഗിൽഗിറ്റ്, ഇത് രണ്ടും എന്താണ്? റൈറ്റ് ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, മനസ്സിലായോ? ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട നമ്മുടെ 5 എണ്ണം ഇല്ലേ, അത് മെയിൻ ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ബിയാസും രവി, സത്ലജ്, ജലം, ചിനാബ്, ഇത് 5ഉം മെയിൻലി അത് 5ഉം നല്ലപോലെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഇൻഡസിൽ കാണാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ ആ ഇൻഡസ് റിവറിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഡാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒരെണ്ണമാണ് ടർബില ഡാമും ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഗാസി ബറോദ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. സോ ഹിയർ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ടർബേല ഡാമിലാണ്. കാരണം ടർബേല ഡാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം നമ്മുടെ ഇൻഡസിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഡാമാണ്, അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാൻ രാജ്യമൊക്കെ എടുത്ത് നോക്കിയാൽ അടുത്ത ഏറ്റവും വലിയ ഡാമാണ് ടർബേല ഡാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻലി എല്ലാം പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. സോ മെയിൻലി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. ഈ ടർബേല ഡാം നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. അപ്പൊ ഇങ്ങനെ എക്സാമിന് ചോദിക്കാം, ടർബേല ഡാം എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം ഇൻഡസിലാണ്, അല്ലെങ്കിൽ ഇൻഡസിന് പകരം കൊടുത്തിരിക്കുന്നത് സിന്ധു ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ ഇത് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്? ടിബറ്റിൽ നിന്നുമാണ് അല്ലെ? ടിബറ്റിൽ നിന്നും ഒറിജിൻ ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്നു. അതായത് ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്നു. ലേറ്റർ ദെൻ പാകിസ്ഥാനിലേക്ക് പോകുന്നു. അപ്പൊ 3 രാജ്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒഴുകുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡസ് ഒഴുകുന്നത് ആകെ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലൂടെ മാത്രമാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ ആയിക്കോട്ടെ, നമ്മുടെ ഹിമാചൽ പ്രദേശ് ആയിക്കോട്ടെ, പഞ്ചാബ് എടുത്ത് നോക്കിയാലൊക്കെ നമ്മുടെ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ട്രിബ്യൂട്ടറീസ് മാത്രമാണ് എങ്ങോട്ടേക്ക് ഒഴുകുന്നത്? നമ്മുടെ ബാക്കി സ്റ്റേറ്റുകളിൽ ഒഴുകുന്നത്. ആകെ ഒരേ ഒരു യൂണിയൻ ടെറിട്ടറിയിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡസ് ഒഴുകുന്നത്. അതേതാണ്? ലഡാക്ക് ആണ് കേട്ടോ. ഈ ജമ്മു കാശ്മീർ അല്ല, തെറ്റാണ്. കാരണം ലഡാക്കും ജമ്മു കാശ്മീരും ഇപ്പം, അതായത് നേരത്തെ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മള് ലഡാക്കിനെയും ജമ്മു കാശ്മീരിനെയും രണ്ടാക്കിയിട്ട് ഇപ്പൊ 2 യൂണിയൻ ടെറിട്ടറീസ് ആണ് കേട്ടോ. അത് നിങ്ങൾ ഇത് തെറ്റാണ്, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. നോക്കിക്കേ, ഈ ഇൻഡസ് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഒഴുകുന്നുണ്ടോ? ഈ ഇൻഡസ് ആണ് ട്രിബ്യൂട്ടറീസ് അല്ല.
ഇൻഡസ് നോക്കിക്കേ, ഇതാണ് ഇൻഡസ് കേട്ടോ, മെയിൻ റിവർ കണ്ടോ, ഡാർക്ക് ബ്ലൂവിൽ കൊടുത്തേക്കുന്നതാണ് ഇൻഡസ് എന്ന് പറയുന്നത്. ഇൻഡസ് വൺസ് അത് ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാല് അതായത് ലഡാക്കിലൂടെ, ലഡാക്ക് ഈ പറയുന്ന ഇവിടെ ഒരു റീജിയൻ അത് ലഡാക്ക് ആണ്. ആൻഡ് ദ ഹോൾ ഈ പറയുന്ന മൊത്തത്തിലുള്ളതാണ് ലഡാക്ക് എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി. ആൻഡ് ഈ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഇൻഡസ് ഒഴുകുന്നത്. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഡാം കൺസ്ട്രക്റ്റഡ് ഓൺ റിവർ ബിയാസ് ഏതാണ്? Pong Sagar Dam. എന്താണ്? Pong Dam. പോങ് ഡാം. പോങ് ഡാമിന്റെ വേറൊരു പേര് പറഞ്ഞേ. Maharana Pratap Sagar. മഹാറാണ പ്രതാപ് സാഗർ ഡാമാണ്. ഇനി ജമ്മു ഏത് നദിന്റെ തീരത്താണ്, അല്ലെങ്കിൽ ഏത് റിവറിന്റെ ബാങ്ക്, ഏത് റിവർ ബാങ്കിലാണ്? River Tavi. താവിയിലാണ് ജമ്മു. ഓക്കെ, ദെൻ ഓക്കെ ദെൻ ഓക്കെ ദെൻ ടർബേല ഡാം ഏത് നദിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? Indus. അതെ, ഇൻഡസിലാണ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ജലമാണ് കേട്ടോ. ജലം നമ്മൾ പറഞ്ഞു ഓൾറെഡി പഠിച്ചതാണ്. ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നുമാണ്? ജമ്മു കാശ്മീരിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ആകെ ജമ്മു കാശ്മീരിലൂടെ മാത്രം ഒഴുകുന്ന ട്രിബ്യൂട്ടറി ആണ് ജലം എന്ന് പറയുന്നത്. സോ ഹിയർ ഓക്കെ, എവിടെ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത് ചോദിച്ചാൽ വെരിനാഗ് ഹിമാലയ അല്ലെങ്കിൽ വെരിനാഗ് സ്പ്രിങ്ങിൽ നിന്നുമാണ് എന്താണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. നീരുറവ എന്നൊക്കെ പറയും. വെരിനാഗ് നീരുറവ, അതായത് ജമ്മു കാശ്മീരിലാണ് ഈ പറയുന്ന വെരിനാഗ്, അല്ലെങ്കിൽ വെരിനാഗ് ഹിമാനി എന്ന് പഠിച്ചാലും, അതായത് ഗ്ലേഷ്യർ എന്ന് പഠിച്ചാലും മതിയാവും. നിങ്ങളുടെ എളുപ്പം എങ്ങനെയാണ് അങ്ങനെ പഠിച്ചു വെക്കുക. ആൻഡ് ദെൻ ഇതിന്റെ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് കിഷൻ ഗംഗ ഒരു ട്രിബ്യൂട്ടറി ആണ് ജലത്തിന്റെ. ഇത് വേണമെങ്കിൽ ചോദിക്കാൻ കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഗംഗ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കിടക്കുന്നതുകൊണ്ട് നമ്മൾ പൊതുവെ കിഷൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും. എന്താണ് കിഷൻ ഗംഗ ഏത് നദിയുടെ ട്രിബ്യൂട്ടറി ആണ്? അപ്പൊ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കും കിഷൻ ഗംഗ. അപ്പൊ ഓപ്ഷനിൽ എന്തായാലും ഗംഗ കാണും, നർമ്മദ കാണും, ചിലപ്പോ യമുന, അതുപോലെ ഈ പറയുന്ന നമ്മുടെ ജലവും കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ ജലത്തിന് പകരം ഇൻഡസും കാണും. അപ്പൊ നിങ്ങള് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കിഷൻ ഗംഗ പഠിക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കിഷൻ ഗംഗ കാണുന്നോണ്ട് മിക്ക ആൾക്കാരും ഗംഗ ആയിരിക്കും ക്ലിക്ക് ആക്കാൻ പോകുന്നത്. ചിലപ്പം നമ്മളെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇട്ടതാണെന്ന് കരുതിയിട്ട് നമ്മൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ക്ലിക്ക് ആക്കും. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. കിഷൻ ഗംഗ ഏതിന്റെ ട്രിബ്യൂട്ടറി ആണ്? ജലത്തിന്റെ ട്രിബ്യൂട്ടറി ആണ്. ഒരു പക്ഷേ ഓപ്ഷനിൽ ജലം എന്ന് എടുത്തു പറയുന്നില്ല, അതിന് പകരം എന്താണ് ഇൻഡസ് എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആണെന്ന് വേണം എഴുതാൻ. കാരണം എന്താണ്, ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആണ് ജലം, ജലത്തിന്റെ ട്രിബ്യൂട്ടറി ആണ് കിഷൻ ഗംഗ. അത് നിങ്ങൾ ഓപ്ഷൻ നോക്കി വേണം എന്ത് ചെയ്യാനായിട്ടുള്ളത്, ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റാം ഗംഗ ഏതിന്റെ ട്രിബ്യൂട്ടറി ആണ്? അറിയോ റാം ഗംഗ? യമുനയുടെ ആണോ? റാം ഗംഗ ഗംഗയുടെ തന്നെ ട്രിബ്യൂട്ടറി ആണ് കേട്ടോ. ദെൻ വേറെയും കുറച്ച് ഗംഗ ഉണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി, ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ ജസ്റ്റ് അപ്പൊ ഈ ഒരു ട്രിബ്യൂട്ടറി നല്ലപോലെ പഠിച്ചു വെക്കുക. കിഷൻ ഗംഗ ഏതിന്റെ ട്രിബ്യൂട്ടറി ആണ്? ഒരിക്കലും കൺഫ്യൂഷൻ വന്നു പോവല്ലേ ഗംഗയും കൂടി പഠിക്കുമ്പോൾ. ഗംഗേന്റെ അല്ല എന്ന് തന്നെ മനസ്സിലാക്കി വെക്കുക. കിഷൻ ഗംഗ ജലത്തിന്റെ ട്രിബ്യൂട്ടറി ആണ്. അല്ലെ ഓപ്ഷനിൽ ജലം ഇല്ല, അതിന് പകരം ഇൻഡസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇൻഡസ് വേണം ക്ലിക്ക് ആക്കാനുള്ളത്. ഓക്കെ, ദെൻ ഇതിന്റെ അതായത് ഈ ഒരു ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ആണ് ഇതെന്ന് പറയുന്നത് ഉറി ഡാം കേട്ടോ. ഉറി ഡാം ആണ് കേട്ടോ. ഈ ഉറി ഡാം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് കേട്ടോ. കാരണം നമ്മുടെ മാപ്പ് കാണിച്ചു തരാം. നമ്മുടെ ജലം നോക്കിക്കേ, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കിയാൽ, സ്റ്റേറ്റ് അല്ല കേട്ടോ, ജമ്മു കാശ്മീർ ഇപ്പൊ യൂണിയൻ ടെറിട്ടറി ആണ്, തെറ്റിപ്പോവല്ല.
അപ്പൊ ഈ ഒരു ജലം എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലൂടെ മാത്രമാണ് ഒഴുകുന്നത്. ദെൻ എന്ത് ചെയ്യാണ്, ചിനാബിലേക്ക് വന്ന് ചേർന്നിട്ട് പിന്നെ ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യാണ്. അപ്പൊ അത് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ജലത്തിൽ നമ്മൾ എന്ത് പഠിച്ചാലും അത് എവിടെ ഉള്ളതാണ്, ജമ്മു കാശ്മീരിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജലത്തിലുള്ള ഡാം, അതായത് ഉറി ഡാം എന്ന് പറയുന്നത് ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ എക്സാം ഒക്കെ ആകുമ്പോഴത്തേനും ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഉറി ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ വിച്ച് റിവർ ചോദിക്കാം. ഇപ്പൊ വേറൊരു രീതിയിൽ ഇപ്പം പറയാണ്, ഉറി ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ വിച്ച് അല്ല ഉറി ഡാം ഈസ് ലൊക്കേറ്റഡ് ഓൺ വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, അങ്ങനെ സ്ലാഷ് ഇട്ട് തരാം. എന്നിട്ട് ഓപ്ഷനിൽ കുറച്ച് യൂണിയൻ ടെറിട്ടറികളുടെ പേരും തരും, സ്റ്റേറ്റുകളുടെ പേരും തരും കേട്ടോ. അപ്പൊ നിങ്ങള് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആവും, ഇതിനിപ്പോ സ്റ്റേറ്റിലാണോ വരുന്നത്, യൂണിയൻ ടെറിട്ടറിയിലാണോ വരുന്നത് എന്നൊക്കെ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നവരാണോ? എക്സാംസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? പോയോ? ഇല്ല മാം. നിങ്ങള് ഇപ്പൊ ഏത് ക്ലാസ് ആണ്? പ്ലസ് വണ്ണോ? +2 കഴിഞ്ഞു. ഓക്കെ. നിങ്ങൾ ഈ എന്താണ്, UPSC ആണോ ഫോക്കസ് ചെയ്യുന്നത്, അതോ സ്റ്റേറ്റ് എക്സാംസ് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? രണ്ടും. ഓക്കെ ഓക്കെ. സ്റ്റേറ്റ് എക്സാംസ് ഫോക്കസ് ചെയ്യുന്നവര് ഈ വാല്യൂസ് ഒക്കെ ഒന്നും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഈ പറഞ്ഞ ഇൻഡസ് 3180 കിലോമീറ്റർ എന്ന് പറയുന്നതായിരിക്കത്തില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, അതായത് നമ്മുടെ കേരള PSCന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കത്തില്ല. സോ നോക്കി വേണം നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. കാരണം ഇത് UPSCന്റെ ആണ് 3180 കിലോമീറ്റർ എന്ന് പറയുന്നത്. രണ്ടുപേർക്കും രണ്ട് ഉത്തരമാണ്, രണ്ട് ആൻസേഴ്സ് ആണ്. കാരണം UPSCക്ക് 3180 കിലോമീറ്റർ എന്ന് എഴുതിയാൽ മാത്രമേ മാർക്ക് തരത്തുള്ളൂ. അതേസമയം നമ്മുടെ കേരള PSCന്റെ ഓപ്ഷനിൽ മേ ബി 3180 കിലോമീറ്റർ കാണും. അപ്പൊ നമ്മൾ ചാടിക്കേറി പഠിച്ചതല്ലേ എന്ന് കരുതി നമ്മൾ അത് ക്ലിക്ക് ആക്കും. ബട്ട് അതായിരിക്കത്തില്ല ആൻസർ. കേരള PSCക്ക് വേറെ ആയിരിക്കും ആൻസർ. അപ്പൊ അങ്ങനെ കുറെ മിസ്റ്റേക്സ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് നോക്കി പഠിക്കാം കേട്ടോ. ഓക്കെ. അപ്പം ജലം എവിടെ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്? നമ്മുടെ ജമ്മു കാശ്മീരിലെ വേരിനാഗിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേരിനാഗ് സ്പ്രിംഗ് നീരുറവകളിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ പോഷക നദിയാണ് കിഷൻഗംഗ. ഈ കിഷൻഗംഗ എന്തായാലും പഠിച്ചു വെക്കുക. ഇതിന്റെ ഒറിജിനും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. എന്തായാലും കിഷൻഗംഗ അറിഞ്ഞിരിക്കുക. ആൻഡ് ഉറി ഡാമും അറിഞ്ഞിരിക്കുക കേട്ടോ. ഉറി ഡാം എവിടെയാണ്? ജമ്മു കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലാണ്. ഏത് നദിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ ജലത്തിലാണ്. Then comes രവി. രവി ഒറിജിൻ ചെയ്യുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ചമ്പ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ട്രിക്റ്റിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഒറിജിൻ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, എനിവേ. ദെൻ ഇതിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ് റിവർ, റൈറ്റ് ട്രിബ്യൂട്ടറി ആണ് സോൾ എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടന്റ് അല്ല, ഇത് വേണ്ട. ദെൻ രവിയിലെ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ എന്താണ്, ഇതിലുള്ള ഡാം കേട്ടോ. ഈ ഡാം പഠിച്ചേക്കാം, തെയിൻ ഡാം. ഓക്കെ, തെയിൻ ഡാമിന്റെ വേറൊരു പേരാണ് രഞ്ജിത് സാഗർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഡാം പറഞ്ഞല്ലോ, പോങ് ഡാം. പോങ് ഡാമിന്റെ വേറെ പേര് എന്തായിരുന്നു? മഹാരാണ പ്രതാപ് സാഗർ ഡാം. ഓക്കെ, സാഗർ ഡാം. അപ്പൊ ഈ പറയുന്ന തെയിൻ ഡാം പഠിച്ചു വെക്കുക. തെയിൻ ഡാമിന്റെ വേറൊരു പേരാണ് രഞ്ജിത് സാഗർ ഡാം. എല്ലാം പഠിച്ചു വരുമ്പോഴത്തേനും ആകെ കൺഫ്യൂഷൻ ആവും. കൺഫ്യൂഷൻ ആകാതെ ജസ്റ്റ് കോഡ് ഇട്ടൊക്കെ പഠിക്കാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കാം കേട്ടോ. ഇപ്പൊ രഞ്ജിത് സാഗർ ഡാം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് തെയിൻ ഡാം. തെയിൻ ഡാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ഏത് റിവറിലാണെന്ന് ചോദിച്ചാൽ പറയണം രവിയിലാണെന്ന് കേട്ടോ. സോ ഇവിടെ രവിയും എന്ത് തന്നെയാണ്, ഹിമാചൽ പ്രദേശിൽ നിന്നും തന്നെയാണ് ഒറിജിൻ ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് രവി, ഇതാണ് ഹിമാചൽ പ്രദേശ്, ഇത് പഞ്ചാബാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നും ഒറിജിൻ ചെയ്തിട്ട് പഞ്ചാബിലേക്ക് എൻട്രോ ചെയ്തിട്ട് പഞ്ചാബിൽ നിന്നും ചിനാബിലേക്ക് ചെന്ന് ജോയിൻ ചെയ്യും. ഓക്കെ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മള് പഞ്ചാബ് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ പഞ്ചാബ് സ്റ്റേറ്റിലെ ഏറ്റവും ചെറിയ റിവർ അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് റിവർ ഓഫ് പഞ്ചാബ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ പറയണം രവിയാണ് കേട്ടോ. അതായത് നമ്മുടെ പഞ്ചാബ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ പറയുന്ന പഞ്ചാബ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ടായിരിക്കും. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് രവിയാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാ, ഒരു അഡീഷണൽ പോയിന്റ് പഠിച്ചു വെച്ചേക്കട്ടോ.
ഓക്കെ, അപ്പൊ ഒറിജിൻ ചെയ്യുന്ന എവിടെ നിന്ന് മനസ്സിലായില്ലേ? ഹിമാചൽ പ്രദേശിലെ ചമ്പ ഡിസ്ട്രിക്ട്. അത് ഇമ്പോർട്ടന്റ് അല്ല. ഒറിജിൻ ചെയ്യുന്നു, ഹിമാചൽ പ്രദേശിൽ നിന്നും പഞ്ചാബിലേക്ക് എൻട്രി ചെയ്യുന്നു, പിന്നെ ചിനാബിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഈ പറയുന്ന ഈ 5 നദികളും, അതായത് ഈ പറഞ്ഞ 5 നമ്മൾ പറഞ്ഞില്ലേ ട്രിബ്യൂട്ടറീസും, എല്ലാവരും കൂടി എവിടെ വന്ന് ചേരുന്നുണ്ട്? നമ്മുടെ ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോർഷൻ, സോറി, ഈ ഒരു പോയിന്റ് ഇല്ലേ, ഇവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ ഒരു സ്ഥലം, ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിത്താൻകോട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ 5 പോഷക നദികളും കൂടി ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ മിത്താൻകോട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. മിത്താൻകോട്ട് ഏത് കളിച്ചത്? മിത്താൻകോട്ട്. ഓക്കെ, മിത്താൻകോട്ട് ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? ഇനി ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. അപ്പൊ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട മിത്താൻകോട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഈ 5 നദികളും ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഏത് റീജിയനിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ മിത്താൻകോട്ട് എന്ന് പറയുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിനാബിന്റെ പോഷക നദി, അത് ട്രിബ്യൂട്ടറി ആയ താവി, ആ നദിന്റെ തീരത്തുള്ള പട്ടണമാണ് ഏതെന്ന് പറയുന്നത്? ജമ്മു എന്ന് പറയുന്നത്. ദെൻ ബിയാസ് ആണ് നമ്മുടെ ഇൻഡസ് റിവറിന്റെ പോഷക നദികളിൽ നമ്മൾ മെയിൻലി നോക്കുന്ന 5 റിവേഴ്സിൽ ബിയാസ് ആണ് ഇന്ത്യയിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ എൻഡ് ചെയ്യുന്നത്. ദെൻ പിന്നെ എന്താ പറഞ്ഞ, പിന്നെ ഡാമുകൾ എല്ലാം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ഫൈൻ. സത്ലജിനെ കുറിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞില്ല കേട്ടോ, സത്ലജിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. അപ്പൊ സത്ലജ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നമ്മള് ഇൻഡസ് ഒറിജിൻ ചെയ്യുന്നത് എവിടെയാണ്? അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ സത്ലജ് റിവർ ഒറിജിൻ ചെയ്യുന്നത്. ആ ഒറിജിൻ ചെയ്യുന്ന ആ ലേക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രക്ഷാസ്ഥൽ ആണ് കേട്ടോ. ഇതല്ല കേട്ടോ, രക്ഷാസ്ഥൽ ആണ് കേട്ടോ. രക്ഷാസ്ഥൽ ആണ് കേട്ടോ, രക്ഷാസ്ഥൽ. RAKSHASTHA, രക്ഷാസ്ഥൽ ആണ് കേട്ടോ, ഇതല്ല. ഇത് തെറ്റാണ് കേട്ടോ, രക്ഷാസ്ഥലാണ്. ഓക്കെ, അപ്പൊ ഇത് ഒറിജിൻ ചെയ്യുന്ന എവിടെ നിന്നുമാണ് എന്ന് ചോദിച്ചാല് ടിബറ്റിന്റെ അടുത്ത്, അതായത് ടിബറ്റിലെ മാനസരോവർ ലേക്കിന് അടുത്തായിട്ടുള്ള രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒറിജിൻ ചെയ്യുന്നത്. ആൻഡ് ഇത് എൻട്രി ചെയ്യുന്നത് ഷിപ്കില ചുരം വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് ഒറിജിൻ ചെയ്യുന്നത് കേട്ടോ. അത് ഓർത്ത് വെക്കുക, ഇങ്ങനെ ചോദിക്കും. സത്ലജ് റിവർ ഏത് പാസിലൂടെയാണ് ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഷിപ്കില ചുരമാണ്. ഷിപ്കില ചുരം എന്ന് പറയുന്നത് അതൊരു പാസ് ആണ്. ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ടിബറ്റിനെയും ഹിമാചൽ പ്രദേശിനെയുമാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഷിപ്കില ചുരം ഏതൊക്കെ പ്ലേസസിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സത്ലജ് എന്ന് പറയുന്ന റിവർ ഏത് ചുരത്തിലൂടെ അല്ലെങ്കിൽ ഏത് പാസിലൂടെയാണ് ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്നതെന്നും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഷിപ്കില ചുരത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതെന്തായാലും പഠിച്ചു വെക്കാം, മറന്നു പോകില്ല. സത്ലജിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് ബാസ്പ, സ്പീതി, അതുപോലെ നോഗ്ലി എക്സെട്ര. ഓക്കെ, അങ്ങനെ കുറച്ച് റിവേഴ്സ് ഉണ്ട്. ഈ ട്രിബ്യൂട്ടറീസ് ഇമ്പോർട്ടന്റ് അല്ല, എനിവേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് ഇതിലേക്ക് വരുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഡാമുകളാണ് ബക്ര നംഗൽ പ്രോജക്റ്റ് ഉണ്ട്, അതുപോലെ ഹരിക ഉണ്ട്, സിർഹിന്ദ് ഉണ്ട്, ഗോവിന്ദ് ബല്ലഭ് സാഗർ ഉണ്ട്. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ചോദിക്കുന്ന മിക്കവാറും ബക്രാനങ്കൽ പ്രോജക്റ്റ് ആണ് കേട്ടോ. ഈ ബക്രാനങ്കൽ പ്രോജക്റ്റ് ഏത് നദികളാണെന്ന് ചോദിച്ചാൽ പറയണം സത്ലജിലാണെന്ന്. കാരണം ഇപ്പോ ബക്രാനങ്കൽ നമ്മുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശും പഞ്ചാബ്, അതായത് നമ്മുടെ സത്ലജ് ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലോ ചെയ്യുന്ന ഹിമാചൽ പ്രദേശിലൂടെ ഫ്ലോ ചെയ്തിട്ട് പിന്നെ പഞ്ചാബിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ഇതില് ബക്ര എന്ന് പറയുന്ന ഡാം ആക്ച്വലി ഹിമാചൽ പ്രദേശിലും നങ്കൽ എന്ന് പറയുന്നത് പഞ്ചാബിലും, അതായത് ഏകദേശം ഇതിന്റെ രണ്ടിന്റെ ബൗണ്ടറിയിലായിട്ടാണ് ഈ ഒരു ഡാം കിടക്കുന്നത്. ബട്ട് നിങ്ങളടുത്ത് ബക്ര നങ്കൽ ഡാം എവിടെയാണ് എന്ന് എക്സാമിന് ചോദിച്ചാല് പറയേണ്ടത് ഹിമാചൽ പ്രദേശ് എന്നാണ് കേട്ടോ. കാരണം കൂടുതൽ പോർഷനും ഈ ഒരു ഡാമിൻ്റെത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ. Okay, ma'am. കണ്ടോ, ഇതാണ് സത്ലജ് എന്ന് പറയുന്നത്. കണ്ടോ, സത്ലജ് ഒറിജിൻ ചെയ്യുന്നത് ഈ പറയുന്നത് ഇവിടെ ടിബറ്റ് ആണ്. ടിബറ്റിൽ നിന്നും, അതായത് രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ ടിബറ്റിൽ നിന്നും, അതായത് ദാണ്ടെ ഈ പറയുന്ന നമ്മുടെ ഇതാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒരു പാസ് വേ ആണ്. ആ പാസിനെയാണ് നമ്മൾ ഷിപ്കില ചുരം എന്ന് പറയുന്നത്, ഷിപ്കില പാസ് എന്ന് പറയുന്നത്. ദെൻ ഇതെന്ത് ചെയ്യും? പഞ്ചാബിലേക്ക് വരും. പഞ്ചാബിലേക്ക് വന്നിട്ട് പിന്നെ ചിനാബിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ അല്ലേ? ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡാം പഠിച്ചു വെക്കുക. ബക്ര നങ്കൽ ഡാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്ത്യയിലെ ലോങ്സ്റ്റ് കനാൽ ഏതെന്നറിയോ? അറിയോ ഇന്ത്യയിലെ ലോങ്സ്റ്റ് കനാല്? ഇന്ത്യയിലെ ലോങ്സ്റ്റ് കനാലാണ് ഇന്ദിരാഗാന്ധി കനാല്. ഈ ഇന്ദിരാഗാന്ധി കനാൽ ഏത് നദിയിലാണെന്ന് ചോദിച്ചാലും സത്ലജിലാണ് കേട്ടോ. ഈ ഇന്ദിരാഗാന്ധി കനാലിന്റെ വേറൊരു പേരാണ് രാജസ്ഥാൻ കനാൽ. ഓക്കെ, അപ്പം ഓപ്ഷൻ നോക്കുക. ഇന്ത്യയിലെ ലോങ്സ്റ്റ് കനാൽ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ രാജസ്ഥാൻ കനാൽ ആയിരിക്കും, എങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. സോ എനിവേ, ഈ പറയുന്ന കനാൽ ഏത് നദിയിലാണ്? സത്ലജിലാണ് കേട്ടോ. ആൻഡ് ഈ കനാല് കൊണ്ട് യൂസ് ഏറ്റവും കൂടുതലും ഏത് 3 സ്റ്റേറ്റുകൾക്കാണ് യൂസ് കൂടുതൽ? അത് ഏതൊക്കെയാണെന്ന് വേണമെന്ന് ചോദിക്കാം. പഞ്ചാബും ഹരിയാനയും, അതായത് ഈ പറയുന്ന പഞ്ചാബ്, ഹരിയാന, പിന്നെ രാജസ്ഥാൻ. ഓക്കെ, ഓക്കെ ആണോ? Okay, ma'am. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, ഇൻഡസ് വാട്ടർ ട്രീറ്റി. അതായത് ഈ ഒരു ഇൻഡസ് വാട്ടറിനെ ചൊല്ലിയിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു 1960. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. 1960 സെപ്റ്റംബർ 19 ഈ ട്രീറ്റി എന്ത് ചെയ്തത്? സൈൻ ചെയ്തത്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. ആൻഡ് ഇന്ത്യയുടെ സ്ഥാനത്ത് നിന്നും സൈൻ ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈഡിൽ നിന്നും അവിടുത്തെ പ്രസിഡന്റ് ആയ അയ്യൂബ് ഖാൻ ആണ് ഈ ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്തത്. അങ്ങനെ ഈ ട്രീറ്റി പ്രകാരം ബിയാസ്, രവി, സത്ലജ് ഈ 3 നദിയുടെയും കൺട്രോള് ആർക്ക് വരും? ഇന്ത്യക്ക് വരും. ആൻഡ് ദ മേജർ റിവർ ആയ ഇൻഡസും ജലവും ചിനാബും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? പാകിസ്ഥാനാണ്. ചുരുക്കി പറഞ്ഞാല് ഇൻഡസ് റിവറിന്റെ ആകെ 20% മാത്രമാണ് ഇന്ത്യക്കുള്ളൂ. ബാക്കി 80% ആർക്കാണുള്ളത്? പാകിസ്ഥാനുള്ളത്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ നാഷണൽ റിവർ എന്നൊക്കെ പറയുന്നത് ഇൻഡസ് ആണ്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്നത് ഇൻഡസ് ആണ്. കാരണം 80% പാകിസ്ഥാനാണ് ഉള്ളത്. കാരണം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 3 കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 റിവേഴ്സ് ഇന്ത്യക്കും 3 റിവേഴ്സ് പാകിസ്ഥാനും. ബട്ട് പെർസെന്റേജ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ്? പാകിസ്ഥാനാണ്. ദ റീസൺ ഈസ് ദാറ്റ് ഇൻഡസ് എന്ന് പറയുന്ന മെയിൻ റിവർ നമുക്കല്ല, ആർക്കാണ്? പാകിസ്ഥാനാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഇത് പഠിച്ചിരിക്കണം Yes, ma'am. കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസിനൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതിന്റെയൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോ നിങ്ങൾ ന്യൂസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടോ, ചിലപ്പോ ഈ ഒരു ട്രീറ്റിന്റെ പേരിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതിന് റീസെന്റ് ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന ഒരു സംഭവമാണെങ്കിൽ എന്തായാലും എക്സാംസിന് ചോദിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ ആണ് കേട്ടോ. ന്യൂസിൽ, അതായത് 2016 വന്നൊരു ന്യൂസ് ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സെഡ് ദാറ്റ് ബ്ലഡ് ആൻഡ് വാട്ടർ കാൻ ഫ്ലോ ടുഗദർ അറ്റ് ദ സെയിം ടൈം. അതായത് എന്തുമായി അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു എന്ന് ചോദിച്ചാല് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത്. അതായത് ബ്ലഡ് ആൻഡ് വാട്ടർ കാൻ ഫ്ലോ ടുഗദർ അറ്റ് ദ സെയിം ടൈം. അതായത് 2016 പഞ്ചാബിൽ, അതായത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി നമ്മുടെ പാകിസ്ഥാൻകാര്. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ നരേന്ദ്രമോദി ആ സമയത്ത് ആ ഒരു ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമാണ്
ബ്ലഡ് ആൻഡ് വാട്ടർ കാൺ ഫ്ലോ ടുഗദർ അറ്റ് ദ സെയിം ടൈം. അതായത് ഈ ഒരു ട്രീറ്റിയിൽ നമ്മൾ രണ്ടുപേരുമാണ്, ഇന്ത്യയും പാകിസ്ഥാനുമാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യും? ഇങ്ങനെ പറയും, അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ബ്ലഡ് ആൻഡ് വാട്ടർ കാൺ ഫ്ലോ ടുഗദർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ലേറ്റർ ഇത് പിന്നെ ഇത് മാറ്റി കേട്ടോ, ഇത് ആ സമയത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ Yes, ആണോ? ma'am. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yeah, ma'am. No, ma'am. ഓക്കെ, എന്നാൽ ക്ലാസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. താങ്ക് യു. Thank you. Thank you, madam. Thank you, miss.